Hello guys, welcome back to our YouTube channel. Anjana Vismaya. ഇന്നത്തെ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പുതിയൊരു intro ആണോ? വെറൈറ്റി ആയിട്ട് ട്രൈ ചെയ്യാന്ന് വിചാരിച്ചു. കാരണം ഇത് വെറൈറ്റി സാധനമുണ്ട്. അങ്ങനെ അത് പ്ലാന്റ് അല്ലേ, പുതിയതായിട്ട് ഇപ്പൊ പെട്ടെന്ന് വന്നതാണ്. അപ്പൊ ഇന്നത്തെ ചാലഞ്ച് ജോലോ ചിപ്പിന്റെ ചോക്ലേറ്റ് ഈറ്റിംഗ് ചാലഞ്ചാണ്. സാധാരണ ജോലോ ചിപ്പ് എല്ലാം കഴിക്കാറ്, ഇപ്രാവശ്യം നമ്മള് ജോലോ ചിപ്പ് ചോക്ലേറ്റ് ആക്കി. നമ്മുടെ ജോലോ ചിപ്പിന്റെ ചാലഞ്ച് ഉണ്ട്, അത് തെലുങ്ക് ചാനലിലുണ്ട്. അത് മോസ്റ്റ്ലി വീഡിയോ വരുമ്പോഴത്തേക്ക് ആ വീഡിയോ അവിടെ ഉണ്ടാവും. മേ ബി നോട്ട്. അപ്പൊ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. ഇതത്ര അധികം ഞാൻ കണ്ടിട്ടില്ല. പിന്നെ ശരിക്കും ജോലോ ചിപ്പ് ഭയങ്കര ഇതാന്ന് പറഞ്ഞിട്ട്, ഭയങ്കര ഇരുവാന്ന് പറഞ്ഞിട്ട് ഇന്നലെ ഇത്തിരി അധികം സാധനങ്ങൾ കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ഇന്നലെ ഞങ്ങക്ക് അത്ര എന്ന് വെച്ചാ അത് കഴിച്ചപ്പോ അത്ര എക്സ്പെക്ടേഷൻ റീച്ച് ആയില്ല. പക്ഷെ എരിവുണ്ട്, ഞങ്ങളുടെ വിചാരിച്ചത്ര ഉണ്ടായിരുന്നില്ല. അപ്പോ ഇന്ന് ചോക്ലേറ്റ് ട്രൈ ചെയ്ത് നോക്കാം. ഇതുവരെ നോക്കിയുള്ള ഇതില് നല്ല എരിവുണ്ട്, ജോലോ ചിപ്പിനെക്കാട്ടും എരിവുണ്ട് എന്നാണ് കേട്ടുള്ളത്. പക്ഷെ നമുക്ക് ഇത് എങ്ങനെയാ തോന്നുന്നത് അറിയില്ല. അപ്പൊ ഒന്ന് നമുക്ക് ചലഞ്ചിലേക്ക് പോവാം. ഇത് സെയിം പാക്കിംഗ് അതേപോലെ തന്നെ എഴുതിയുണ്ട്. അതിലെന്തൊക്കെയാ എഴുതിയില്, ദ റോഡ് ടു ഹെൽ വിൽ ബി ആൻ ഈസി വൺ ആഫ്റ്റർ ദിസ്, സെയിം തിങ്സ്. ഇതില് ഇൻഗ്രീഡിയൻസ് ആയിട്ടുള്ളത് ചോക്ലേറ്റിന്റെ ഐറ്റംസ് ഇല്ലേ, അത് ആഡ് ആയിട്ട് ബാക്കിയുള്ള മറ്റേ പെപ്പേഴ്സ് ഒക്കെ സെയിം ആണ്, വേറെ ഡിഫറൻസ് ഒന്നുമില്ല. അപ്പൊ നമുക്ക് ഇത് തുറക്കാം. എന്താ ജോലോ ചിപ്പ് കഴിക്കാൻ വന്നല്ലേ? പൊക്കോ കണക്ക് വേണ്ട പോടാ. അപ്പൊ പിന്നെ അവനും ചോദിക്കും ഇത്തിരി സ്പ്രൈറ്റും എന്നിട്ട് ഐസ്ക്രീം ഒക്കെ തന്നെ എന്താ തുറക്കണ്ടല്ലോ എന്നുള്ള പോലെ നോക്കണം. സെയിം അതേ പാക്കിംഗ് ഒക്കെ തന്നെയാണ്. ചോക്ലേറ്റ് എന്താ ചോക്ലേറ്റ് ഉണ്ടാ? ഇതൊക്കെ അലിഞ്ഞു പോയി തോന്നുന്നു. ശരിക്കും ഇതിന്റെ ഷേപ്പ് അവര് വേറെ ആയിട്ടാണ് പറയുന്നത്. ഇതിൽ ഷേപ്പ് ആയിട്ടാണ് നമ്മള് പറഞ്ഞിട്ട് കണ്ടത്. ചോക്ലേറ്റ് ആയതുകൊണ്ട് ലേസിന്റെ പോലെ പറക്കും പൊടി വരുന്നൊന്നുമില്ല. പക്ഷെ ഞാൻ ടേസ്റ്റിങ്ങും നന്നായിട്ടുണ്ടാവും. പക്ഷെ ടേസ്റ്റും ഇതെങ്ങനെ ടേസ്റ്റ്? ഇതിനൊരു മിഠായിയുടെ സ്മെല്ല് വരുന്നുണ്ട്. മിഠായിയാണെന്ന് പറയില്ല, എന്ന് വെച്ചാ ടേസ്റ്റ് അല്ലേ. അപ്പൊ പിന്നെ ആ എരിവിന്റെ ഒരു അല്ലേ കറക്റ്റ് മിഠായി. സ്കല്ലിന്റെ ഷേപ്പൊക്കെ പോയി, ഷേപ്പൊക്കെ ചക്ല ചുക്ലായിട്ടാണ് വന്നെടുക്കുന്നത്. ഇതെന്തെങ്ങനെ? ഇതിപ്പോ ചിപ്പ് പോലെ ആയി. എന്താ പൊന്നെ, തുറക്കാനും പറ്റില്ലല്ലോ. അത് തുറന്നു, ഇത് തുറക്കാം. ഞാൻ കാണിച്ചത് എങ്ങനെയുള്ളത് ഞാൻ കാണിച്ചത് ഇങ്ങനെയുണ്ട്. ഇതിപ്പോ ഇങ്ങനെയാണ് ഉള്ളത്. ഇതെന്താ ഇങ്ങനെ ആയിപ്പോയി? മണം എനിക്ക് ഡയറി മിൽക്കിന്റെ മണം വരണ്ടേ? അതെ, ഇതെന്താ അവര് പറ്റിച്ച ജോലോ ചിപ്പിന് ചോക്ലേറ്റ് ആന്ന് പറഞ്ഞിട്ട് ഡയറി മിൽക്ക് കിട്ടുന്ന. കൈ സ്വെറ്റ് പറഞ്ഞോണ്ട് തുറക്കാൻ പറ്റുന്നില്ല. എരുണ്ടെന്ന് തോന്നുന്നു ഇവിടെ ഈ പിടിച്ചതില്. വെക്കട്ടോ, ഇത് വായിൽ വെക്കണേ. വെച്ചോ. ഉണ്ട് കേട്ടാ. ഡാർക്ക് ചോക്ലേറ്റ് ആണ്, തീരെ ഇഷ്ടമില്ല. ഇതൊന്നും കഴിക്കാൻ പറ്റില്ല. ഒരു തുണ്ട വയലിട്ടുള്ളോ. ഇതിങ്ങനെ ഇവരിങ്ങനെ ഇരുവാക്കി. ടേസ്റ്റ് ഇല്ല കഴിക്കാൻ. ശരി, ചാലഞ്ചല്ല കഴിക്കാന്ന് വെച്ചാൽ ടേസ്റ്റ് ഇല്ല. ഇത് ഇന്നലെ എനിക്ക് ഭയങ്കര എക്സ്പെക്ടേഷൻസ് ആയിരുന്നു. ആ ജോലോ ചിപ്പ് കഴിക്കണോ, അതെന്താവും നമുക്കറിയില്ല. അതെനിക്ക് പറ്റിയില്ല. ഇതായാലും വലുതാണുള്ളത്. ഇതായിട്ടുണ്ട് കേട്ടോ. പക്ഷെ ഇപ്പൊ എന്താ, ഈ ചാലഞ്ചാണ് കഴിക്ക്, വേറെ വഴിയില്ല. കുറച്ചെങ്കിലും അത് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, കുറച്ചെങ്കിലും കഴിക്ക്. എന്തോ ഒരു ആ ഷേപ്പിലെങ്കിലും കിട്ടിയൊന്ന് കടിച്ചെങ്കിലും തിന്നായിരുന്നു.
അറിയാറുന്നു ഫ്രിഡ്ജിൽ വെക്കാറുന്നൂല്ലേ, നമ്മളത് ഫ്രിഡ്ജിൽ വെച്ചൊന്നുമില്ല. നമ്മള് പെട്ടി തുറന്നു തന്നെ ഇപ്പോ ഇത് മാത്രമായിരുന്നു ഇങ്ങനെ പിടിച്ചു നോക്കി ഷേപ്പ് പറഞ്ഞ ഫ്രിഡ്ജിൽ കഴിക്കുന്നില്ല. അപ്പൊ പിന്നെ ഇതെന്താ ചാലഞ്ച്? അതല്ല, എനിക്ക് മനസ്സിലാവുണ്ട്, ഒരു തുണ്ടത്തിൽ തന്നെ മനസ്സിലാവുണ്ട്. ആ തുണ്ണ വയല് പോയത് പോലും കണ്ടില്ലല്ലോ, ഞാൻ നോക്കിയത് പിടിച്ചിട്ട് നിക്കുക. ആവശ്യമില്ലാത്ത പണിക്ക് ഇല്ല കഴിക്ക്. അല്ല ഈ ചാലഞ്ച് തുടങ്ങിയിട്ട് ചാലഞ്ച് അപ്പൊ തന്നെ അവസാനിച്ച? അനക്ക് കഴിക്കാൻ പറ്റണം കഴിച്ച്. എനിക്ക് കഴിക്കാൻ പറ്റിയിട്ടല്ല ചാലഞ്ച്. അത് പറ്റാത്തതുകൊണ്ടാണ് ഞാൻ കഴിച്ച ഒരു ഇത്രയത്തും ഉണ്ടാവുള്ളോ. ഞാനപ്പൊ ഇത്രയും കഴിക്കണല്ലോ. ഇത് അത്രയും ഞാൻ കഴിച്ചുള്ളത്. ഞാൻ ഇങ്ങോട്ടും ആക്കിയില്ല, ഞാൻ ഡയറക്റ്റ് മിനിങ്ങി. അപ്പൊ ഇനി അവിടെ ചുട്ടു തോന്നുന്നു. ഞാൻ എരിവ് കഴിക്കുന്ന ആളാണ്, പക്ഷെ എനിക്ക് പറ്റുന്നില്ല. ആ ഷേപ്പിലുണ്ടായിരുന്ന കടിച്ചേന്ന് തിന്നായിരുന്നു. ഇതിങ്ങനെ അലിഞ്ഞ പോലെ ഉള്ളതുകൊണ്ട് ആവുമ്പോ തന്നെ ചുട്ടു നിർന്നു. എന്ത് സാധനം വെച്ചിട്ട് ഇങ്ങനെ ഒരു മുട്ടായി അവരുണ്ടാക്കിണ്ടാവുക. അപ്പൊ തോൽക്കൂ. എന്തിനാ വെള്ളം കുടിക്കാൻ വിചാരിക്കുന്നില്ല. ഞാൻ കുടിച്ചു കഴിഞ്ഞാൽ എനിക്ക് എരി കൂടുക. മെല്ലെ പോട്ടെ. പക്ഷെ മണം നന്നായിട്ടുണ്ട്. പക്ഷെ മണത്തിനകത്തൊക്കെ മണം വരുമ്പോ ജോലോ ചിപ്പിന്റെ ആണെങ്കിൽ മണം വരുമ്പോ നമുക്ക് അതിന്റെ എരിവ് മനസ്സിലാവും, എരിവുണ്ട് എന്ന് ഫീൽ ഉണ്ട്. എനിക്ക് മറ്റേ ജോളോ ചിപ്പ് കഴിക്കാൻ പറ്റി. അതെനിക്ക് അത്ര ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടില്ല. ഇത് പറ്റില്ല. ഞാൻ ആകെ ഒരിത്തിരി ഇങ്ങോട്ടായപ്പോ ഇങ്ങനെ നക്കി നോക്കിയത്, അപ്പൊ തന്നെ മനസ്സിലായോ പണിപ്പാടി. എന്ത് ഇവള് കഴിച്ചത്രയാണ് ഞാൻ ഫസ്റ്റ് എടുത്ത് കഴിച്ചത് തന്നെ. ഇത് ഇങ്ങനത്തെ ഒരു ഷേപ്പിൽ ഇരിക്കണോ നമുക്ക് അറിയണമില്ല ഇത് എത്ര കഴിച്ചു എന്നൊക്കെ. വേണ്ടാത്ത പണിക്ക് പോവണ്ട. എനിക്ക് ഇവിടെ ഒക്കെ നീർണ പോലെ തോന്നുന്നുണ്ടല്ലോ, അതുകൊണ്ടാ മതി ഞാൻ വേണ്ട എന്ന് പറഞ്ഞു. ഞാൻ ഈയിടെ ടച്ചായി പിന്നെ ഡയറക്റ്റ് തൊണ്ടയിലേക്കാ പോയി പല്ലിനെ തട്ടിയിട്ട്. അപ്പൊക്ക് ആ ടച്ചായി അവിടത്തൊക്കെ ചുട്ടു തീർന്നു. എന്തേ? സുഖം, സന്തോഷം. ഇന്നലത്തെ പോലെ കുറയണില്ല, അതാണ് ഞാൻ ആലോചിക്കുന്നത്. തോക്കുണ്ടെങ്കിൽ വെള്ളം കുടിക്കുക, ഐസ്ക്രീം തിന്നെ, ഡയറി മിൽക്ക് തിന്നെ, സ്പ്രൈറ്റ് കുടിക്കുക, എന്തെങ്കിലുമൊക്കെ ചെയ്യും. അത് ഞാൻ ചെയ്യണ്ടേ? അപ്പൊ തോക്കണില്ലേ? ഭയങ്കര ഇത് ഒരു എക്സ്പെക്ടേഷന്റെ അവിടേക്കൊക്കെ ഇതുണ്ട്. എരിവിന്റെ കാര്യത്തില്, ടേസ്റ്റിന്റെ കാര്യത്തിലല്ല. ഇന്നലത്തെ അത് ടേസ്റ്റും കൊള്ളൂല, എരിവുണ്ട്. പക്ഷെ ഞാൻ ഇതിനും കൂടുതൽ എരിവാണ് എക്സ്പെക്ട് ചെയ്തത് കൊറേ വീഡിയോസ് ഒക്കെ കണ്ടിട്ട്. ഈ ശരിക്കും എരിവുണ്ട്. ഇതുകൊണ്ടൊന്നും ആരും ഇത് കഴിച്ചിട്ടുള്ള ചാലഞ്ച് വെച്ചിട്ടില്ല. ആയിരിക്കാം നോട്ട്. ഇതുവരെ ഒരാളും ഇതിന്റെ ചാലഞ്ചായിട്ട് ഞാൻ കണ്ടിട്ടില്ല. ചോക്ലേറ്റിന്റെ ചിലപ്പോ ടേസ്റ്റിംഗ് ആയിട്ട് കണ്ടിട്ടുണ്ടാവും, ചാലഞ്ച് ആയിട്ട് കണ്ടു. അപ്പൊ നമ്മളിത് ഇപ്പൊ മാറ്റി, ജോലോ ചിപ്പ് ടേസ്റ്റ്, ജോലോ ചിപ്പ് ചോക്ലേറ്റ് ടേസ്റ്റ്. അന്നാ വെള്ളം കുടിച്ചേ? ചാലഞ്ച് ഇല്ല കേട്ടോ. വെള്ളം കുടിച്ചേ? എവിടെയും തേച്ചാ കയ്യുമ്പോ പിടിച്ചപ്പോ ക്ഷീറന്റെ മുഖത്തേക്കണ ചാടി വന്നാ നിനക്ക് ചുട്ടു നിറും. അയ്യോ വേണ്ട, കണ്ണിനൊക്കെ വെള്ളം വരണ്ടാ, വേണ്ട. ഞങ്ങൾക്കെന്ത് ശരിക്കും വേണം? കൈ തുടച്ചിട്ട് വേണമെങ്കിൽ അവൻ കൈ ഒന്ന് കൊടുക്കാം, കൊഴപ്പുണ്ടാവില്ല. ബാ, മണമോ നക്കി. അത് ചോക്ലേറ്റ് പട്ടികൾക്ക് നല്ലതല്ല. ഞാൻ ഒട്ടും കൊടുക്കാൻ സമ്മതിക്കില്ല. അവന് പറ്റില്ല. എന്താ കയ്യിലൊന്നുമില്ല, വെറുതെ ഇവിടെ ഒന്ന് നക്കിയതാവേ.
ഇതെന്നെ വേണ്ട 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 വരണ്ട, അവിടെ നിന്നോട്ടെ. വീഡിയോയില് കാണാനാ. അയ്യോ എന്താ ഇത് വേണ്ട നമുക്ക്. അയ്യ അങ്ങ് കൈ കൊണ്ട് തൊടല്ലേ, ചുട്ടുന്ന് പറഞ്ഞു. ഇനി നക്കണ്ട, ചോക്ലേറ്റ് ആണ് ഫസ്റ്റ് ഓഫ് ഓൾ. നിങ്ങൾക്കൊന്നും നല്ലതല്ല. പക്ഷെ തുടച്ചിട്ടാണ് കൊടുത്തത്. പക്ഷെ അവന് എന്നാലും ചെറിയൊരു എരു എന്നൊക്കെ ആക്കുന്നുണ്ട്. നക്കണ്ടാട്ടാ, മണത്ത് നോക്കി. ചോക്ലേറ്റ് ഒക്കെ ഇവർക്ക് ഇഷ്ടമാണ്, പക്ഷെ അവർക്ക് നല്ലതല്ല. എരുണ്ടല്ലോ, എരു മാറുണ്ട്. പക്ഷെ എന്റെ ചുണ്ടുമ്പോ കൊണ്ടുപോകും, അപ്പൊ ചുണ്ട് ചുട്ടു നീറുണ്ട്. എന്തേ നക്കല്ലടാ, ഒന്നുമില്ലേ? അത് പറഞ്ഞിട്ട് കാര്യമില്ല. അവന് അത്രയ്ക്ക് എരു ഇഷ്ടമായി നോക്കട്ടെ. വേണ്ട വേണ്ടാട്ടോ ഷിറോ. എരിയും കണ്ട ചെയ്യണ കണ്ട. അപ്പൊ വന്ന് നോക്കിയിട്ട് ഇവരും ജോലി ചിപ്പ് ചോക്ലേറ്റ് ടേസ്റ്റിംഗിലുണ്ട്. 1 കിലോ 8 കിലോ അല്ല അത്. അതെന്താ ഇപ്പൊ നമുക്ക് ഐസ്ക്രീം കഴിക്കാം. എരിവ് കുറച്ച് കുറഞ്ഞു, അതുകൊണ്ടാണ് കഴിക്കാൻ പോണ്. അതെ, അതല്ലാണ്ട് ഞാൻ കഴിച്ചു കഴിഞ്ഞാൽ ചിലപ്പോ എരിവ് കൂടുതലായിട്ട് തോന്നും. അത് ജോലിയാ. ഷിറോ ഇനി വേണ? അപ്പൊ വേറെ ആള് പൊക്കി നോക്കുക. ഇപ്പം വേണം, നമുക്കൊന്നുമില്ല. ഷീറോന് വേണ? ഷീറോ യങ് ഡൈനമിക് ആയതുകൊണ്ടാണ്, അവന് സ്ട്രോങ്ങർ മാൻ ആയതുകൊണ്ട്. തോറ്റു സമാധാനായി. ഞാനിങ്ങനൊക്കെ വെച്ചിട്ട് തുടങ്ങില്ലേ. ഇങ്ങനെയൊക്കെ ആവട്ടെ. ഇത് ഫുള്ള് ഇതാണ് കരിയണെങ്കിൽ വേണമെങ്കിൽ ഞാൻ ഇത് കുറച്ചിട്ട് തരാം. എന്തായാലും നന്നായി. അല്ലെങ്കിൽ ചോക്ലേറ്റ് ഫ്ലേവറാണ് വാങ്ങാറ്, വെനില വാങ്ങാറ്. ചോക്ലേറ്റ് ഷീറോടെ ഇതാ അതിന് ഷിറോവായോ ജൂലിമായോ? ജൂലി ഇവിടെ വാ. അവരെ മാറ്റാ അവിടുന്ന്. ഫ്രണ്ടില് വന്ന് നിക്കണ്. മാറിക്കടാ, ഇത് മാറ്. ഷീർ മാറി. പോടാ. ഇത് ഷീറിന്റെ അമ്മ ജൂലി. ഇന്നത്തെ വീഡിയോ അത് ഒരു എന്താ പറയാ, ചാലഞ്ച് ഗോൺ റോങ്. വെറുതെ വരാത്ത എന്നുള്ള പോലത്തെ ഒരു ഇതായിപ്പോയി ഇന്നത്തെ. ബട്ട് സ്റ്റിൽ ഞാന് അത് ഇങ്ങനെ പിടിച്ചപ്പോ എന്നെ മനസ്സിലായി നല്ല എരിവുണ്ട്. എന്താ കൈ മുറിഞ്ഞണ്ട? അല്ല, എന്തൊരു ഇതുപോലെ നീ തിന്നതിനുള്ള ഐസ്ക്രീം ആണ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ജോലോ ചിപ്പ് ചാലഞ്ച് കാണണമെങ്കിൽ വിസ്മയ അഞ്ജന ചാനലിൽ പോയി കാണുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇവിടെ തീർന്നു. സമാധാനമായി. നമ്മൾ കൊറേ ആയി ജോലോ ചിപ്പും ജോലോ ചിപ്പ് ചോക്ലേറ്റിന്റെയും വേണ്ടിട്ട് വെയിറ്റിംഗ് ആയിരുന്നു. പക്ഷെ രണ്ടും നമ്മൾ എക്സ്പെക്ട് ചെയ്ത രീതിക്ക് ഇല്ല. എന്നുവെച്ചാൽ ഇത് എരിവുണ്ട്. നമ്മള് എന്താ എക്സ്പെക്ട് ചെയ്യേണ്ട ഈ എരിവുള്ള സാധനത്തിന്? എരിവ് ഇന്നത്തേത് കൊറേ എക്സ്പെക്ട് ചെയ്തു നല്ല എരിവുണ്ടാവുന്നു. അതത്ര എരിവുണ്ടായിരുന്നില്ല. ഇത് ഉണ്ടാവില്ല എന്ന് വിചാരിച്ചു, പക്ഷെ നല്ല എരിവുണ്ട്. അപ്പൊ അതാണ് രണ്ടിലും അങ്ങോട്ടും ഇങ്ങോട്ടും മിസ് മാച്ച് ആയി. അപ്പൊ നമ്മള് ഡിസപ്പോയിന്റ് ആയി. പക്ഷെ ജോലോ ചിപ്പിന് കൊടുത്ത ഹൈപ്പിന്റെ അത്രയ്ക്ക് ഉണ്ടാത് എനിക്കും ഇല്ല തന്നെ തോന്നി. ചാലഞ്ച് ഒക്കെ ചെയ്യാൻ വേണ്ടിട്ടൊക്കെ ഓക്കെ. അപ്പോ നമ്മള് ബായൊക്കെ പറയേണ്ട സമയം കഴിഞ്ഞില്ലേ? എന്നാ പിന്നെ ബൈ പറഞ്ഞു. അപ്പൊ നമ്മുടെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമായി എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.